ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഒരാളെയല്ല, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ കുറവ് എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോന് ഉണ്ടാകും. പിന്നെ അപ്പോൾ എന്നെ അറിയാത്താക്ക് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. എൻ്റെ പേര് ഷിഫാന. ഞാനിപ്പോൾ 9 മന്ത് പ്രഗ്നൻ്റ് ആണ്. 9 മന്ത് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ അത്യാവശ്യം വീഡിയോ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരെല്ലാം എൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ, അതേപോലെ തന്നെ എവിടെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, ഏതാണ് ഡോക്ടർ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കുറേ ആൾ ചോദിക്കുന്നതാണ്, എന്താ പറയുക, എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ലിസ്റ്റ് തയ്യാറാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ലിസ്റ്റൊന്നും തയ്യാറാക്കുന്ന ഒരാളല്ല. നമുക്ക് ആവശ്യമുള്ള ഉമ്മ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം എടുത്തിട്ട് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ കൊണ്ടുപോക്കുള്ളൂ. കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് കൊണ്ടുപോക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, ഞാൻ കൊണ്ടുപോകാൻ എടുത്ത് വെക്കുന്നതെന്നും, അതേപോലെ തന്നെ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. ഓക്കിപ്പോൾ ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട്. അപ്പോൾ ഓളും എന്തെല്ലാം പാക്ക് ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിന് മുന്നേ പറയാനുള്ളത്, എൻ്റെ കുറേ ഇൻസ്റ്റയിലെ ഫോളോവേഴ്സ് ചോദിക്കുന്നതാണ് എവിടെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്, ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ കാണിക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലാണ് ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ ജുബൈരത്തിനെയാണ് കാണിക്കുന്നത്. എൻ്റെ മുന്നത്തെ ഡെലിവറി, ഇത് സെക്കൻഡ് ഡെലിവറിയാണ്. മുന്നത്തെ ഡെലിവറിയും ഡോക്ടർ ജുബൈരത്തിൻ്റെ അടുത്ത് സെയിം ഹോസ്പിറ്റൽ വിസിറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജുബൈരത്ത് ഡോക്ടറെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സെക്കൻഡ് ഡെലിവറിയാണ്. ആദ്യത്തെ ഡെലിവറി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അവിടെ പോയപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ള ആളെ ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഡെലിവറിയും അവിടെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അവിടുത്തെ ഡെലിവറി പാക്കേജെല്ലാം എങ്ങനെ, അതേപോലെ തന്നെ ഹസ്ബൻഡിനെ ഡെലിവറി റൂമിൽ കയറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറേ ആൾ ചോദിക്കുന്നുണ്ട്. ഡെലിവറി ടൈം ഹസ്ബൻഡ് കയറണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്യൂട്ട് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ പാക്കേജ് എടുക്കണം, എന്നാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അവരെ നമ്പർ കൊടുക്കുക. ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്യൂട്ട് റൂമിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പാക്കേജും കാര്യങ്ങളും അവർ ഷെയർ ചെയ്ത് തരും. ഗൈസ്, നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുകയാണ് ഗൈസ്. ഞാൻ പറയും, നിങ്ങൾ തുണി എടുക്കാൻ പോയിട്ടല്ലേ? കുട്ടി തുണി ഇത് ഇസ്തിരി ഇട്ട് വെച്ചത് തിരുമ്പിയിട്ട്. ഗൈസ്, ദിസ് ഈസ് മൈ മദർ, വൺ ആൻഡ് ഓൺലി മദർ. ഫിദ ഇന്ന ഇത്താത്തൻ്റെ വക. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ബേബീസിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ റോംബേഴ്സ്, അതേപോലെ തന്നെ കയ്യുറ, കാലറ, അങ്ങനെ ക്യാപ്പെല്ലാം വരുന്ന സെറ്റ് ഒന്ന് ഇൻക്ലൂഡ് ആക്കുക. അതേപോലെ തന്നെ സ്വാഡിൽ, അതായത് കുറച്ച് തിക്കായിട്ടുള്ള സ്വാഡിൽ തന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക. കാരണം ബേബി പുറത്ത് വന്നപാട് ക്ലൈമറ്റ് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമേ. ഇപ്പം നമ്മൾ ഈ മടക്കി വെക്കുന്നതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തുണികളാണ്. അതായത് കുട്ടി തുണി എന്ന് പറയുമോ, നമ്മളിത് ഒന്നിക്കിൽ പഴയ ആരെങ്കിലും എടുക്കുന്ന ഡബിള്, അല്ലെങ്കിൽ കുറച്ച് തുണികൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് കട്ട് ചെയ്യും, അങ്ങനെയെല്ലാം ആക്കിയിട്ടാണ് സെറ്റാക്കി വെക്കലേ. അതായത് ഹോസ്പിറ്റലിലെല്ലാം പോകും മുന്നേ ജസ്റ്റ് ഒന്ന് വാഷെല്ലാം ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ പജാമാസാണ്. അതായത് കുട്ടി കുപ്പായ ഉണ്ടല്ലോ, ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ബട്ടൺസ് എല്ലാം വരുന്നതാണ്. മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കോ. ഷിഫാനയുടെ കൈമയാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിന്റെ ടൈമിൽ ഈ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടുന്നില്ല. കാരണം ഉമ്മയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഉമ്മേനാണ് ഫുള്ള് ചെയ്തത്. അതുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. പക്ഷെങ്കിൽ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന സമയത്ത്. അത് അമ്പാടുണ്ട്, നീ പേടിക്കണ്ട. പൂമ്പാറ്റുണ്ടാ? ഇതാ പൂമ്പാറ്റ. മേക്സിയെല്ലാം എടുത്ത് വെക്കണം. അതെന്താ സ്റ്റിക്കർ ഫ്രണ്ടില്?
അത് ഈ ഡ്രസ് വാങ്ങുമ്പോൾ ഫ്രീ കിട്ടിയത് പോലെ തുണി ഇത് കുട്ടി കുപ്പ ഇത്ര വേണോ വേണ്ട അടുത്തല്ലേ ശ്രദ്ധിച്ച് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോഴെല്ലാം ഇതോ ഇത് വേറെ വെക്കല്ലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇതൊക്കെ വാങ്ങിക്കോ അങ്ങനത്തെ ചെരുപ്പ് ഞാൻ സൈസ് ശരിയില്ലായിട്ട് 5 മായിട്ട് സൈസ് ശരിയില്ലായിട്ട് റിട്ടേൺ ചെയ്തു രണ്ട് ബെഡ്ഷീറ്റ് എടുക്കുക ഇന്നർ വേസ് കുട്ടിൻ്റെത് ഗൈസ് കുട്ടിന്റെ തോർത്തല്ലേ ഇത് പെട്ടിയിൽ വെക്കല്ലേ ആവോ അല്ല വേണ്ടി ഇത് കൈമ പിടിക്കാം മറന്നു അല്ലേ എടുക്കാൻ ശരിക്കും ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന പ്രസവിക്കുന്ന സമയത്തില്ലേ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെയാ മുമ്പ് എല്ലാം സെറ്റാക്കി മറ്റേ ഇത് വന്നു ഇത് കാണിച്ചു കൊടുക്ക് ഇതൊക്കെ 2 മാക്സിമം കാണിച്ചു മാക്സിമം അടുത്തത് ഡയപ്പറും അതേപോലെ തന്നെ സാനിറ്ററി പാഡും വാങ്ങിയിട്ടുണ്ടായിന് രണ്ടിന്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്തോ ഞാനും ഗൈസ് നമ്മളെക്കാളും ഒരുപോലെ ഉണ്ടോ ഗൈസ് നോക്കട്ടെ മൂക്കുണ്ടാവും അങ്ങനെ എൻ്റെ ഉമ്മക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഉമ്മ ഇസ്തിരി എല്ലാം വിട്ടിട്ട് അടക്കി പെറുക്കിച്ച് ഈ ഒരു പെട്ടിൻ്റെ ഒരു മൂലക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് പെട്ടി പാക്ക് ചെയ്ത് ഇനിയുള്ളത് എൻ്റെ പെട്ടി പാക്ക് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഈ ഒരു ചെറിയ പെട്ടി എടുക്കുന്നുള്ളൂ ഇനി ഞാനും മമ്മിയും ഫസ്റ്റ് എൻ്റെ വലിയ ബേബിൻ്റെ വെക്കണം എന്നിട്ടാണ് ചെറിയ ബേബിൻ്റെ ഞാൻ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് എൻ്റെ മോനിക്കാണ് കാരണം ഓൻ്റെ ഡ്രസ്സും ഓൻ്റെ ഡയപ്പറും ഒന്നും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നട്ടം തരുന്നു പോവും മാത്രമല്ല ഓനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുമേ ഇനിയും ഉണ്ടല്ലോ ഒന്നും കൂടി ഒരു സെറ്റ് കൂടി ഉണ്ട് ഇതിൻ്റെ അതാ ഒന്നും കൂടി ഉണ്ട് ഗൈസ് ആൻഡ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് 4 ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നൈറ്റിയും അതേപോലെ തന്നെ 3 മെറ്റേണിറ്റി വെയർസും എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ചൂസ് ചെയ്തതിന് കാരണം ആഫ്റ്റർ ഡെലിവറി നമ്മൾ എന്തായാലും ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഇടങ്ങാറായിരിക്കും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സിനെ നിങ്ങൾ എന്തായാലും എടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ആൻഡ് ഇതിൽ കാണിച്ചിട്ടുള്ള നൈറ്റി മിന്ത്ര എന്നാണ് ബാക്കിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് പേജ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാഡില്ല എടുത്തു അല്ല ഇതൊക്കെയാണ് ഗൈസ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് പാക്ക് ചെയ്തിട്ടുള്ളത്
നമ്മൾ കുറേ പായ്യാരാക്കിയിട്ട് കുറേ സാധനം കൊടുത്തിട്ടില്ല, കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ, അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളത്. ചാച്ചാ.